നമസ്കാരം. സ്വന്തമായി ഇന്റർനെറ്റ് ബ്രൗസർ വികസിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ പദ്ധതിയെപ്പറ്റി പറഞ്ഞത്. നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാം. പ്രധാന ഇന്റർനെറ്റ് ബ്രൗസർ ഇന്ത്യയിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ആഗോള സേവനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ മുൻനിര സ്ഥാനത്താണ് ഇന്ത്യ. ഉൽപ്പന്നാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാൻ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോന്ന് വികസിപ്പിച്ചെടുക്കണം എന്നാണ് കേന്ദ്രമന്ത്രി അടിവരയിട്ട് പറയുന്നത്. നമ്മളൊരു മികച്ച സേവന രാജ്യമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഉൽപ്പന്ന രാഷ്ട്രമായും മാറേണ്ടതുണ്ട്. നമ്മുടെ വ്യവസായം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ ഒരു ഉൽപ്പന്ന രാഷ്ട്രമായി മാറണം. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആഗോള സൈബർ സുരക്ഷയും സൈബർ ചാരവൃത്തി സംബന്ധിച്ച ആശങ്കകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഇന്റർനെറ്റ് ബ്രൗസർ ഉപയോക്താക്കളുടെ ഡേറ്റ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുമെന്ന് മന്ത്രി എടുത്തു പറഞ്ഞു. iOS, ആൻഡ്രോയിഡ്, വിൻഡോസ് പ്ലാറ്റ്ഫോമുകളായി പൊരുത്തപ്പെടുന്ന ബ്രൗസറിന്റെ വികസനത്തിൽ വെല്ലുവിളികൾ ഒരുപാടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികളിൽ വിജയിക്കുന്നവർ ഈ വികസന പദ്ധതിയിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 66% വിഹിതമുള്ള ബ്രൗസർ വിപണിയിലെ മുൻനിരയിലുള്ള ഗൂഗിൾ ക്രോം, 17.99% വിഹിതമുള്ള രണ്ടാമത്തെ വലിയ ബ്രൗസറായ ആപ്പിൾ സഫാരി, 5.33% വിഹിതമുള്ള മൈക്രോസോഫ്റ്റ് എഡ്ജ്, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ എന്നിവയെ ഇത് പ്രതിരോധിക്കും. ഇന്ത്യയിലെ ഒരു ഉൽപ്പന്ന കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അദ്ദേഹം വിവരിച്ചു. ഒരു ഉൽപ്പന്ന രാഷ്ട്രമാകാനുള്ള പാതയിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുമെന്നും ബ്രൗസർ വികസനം പോലുള്ള വെല്ലുവിളികൾ ഈ യാത്രയിലെ ഒരു ചുവടുവെപ്പാണെന്നും വൈഷ്ണവ് പറഞ്ഞു. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി എൻ കൃഷ്ണൻ കട്ട സപ്പോർട്ടാണ് കേന്ദ്രമന്ത്രിക്ക് നൽകുന്നത്. ഇന്റർനെറ്റ് സ്ഥിരതയുള്ളതും സുരക്ഷിതവുമാണെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലും മറ്റ് പ്രധാന ഡിജിറ്റൽ ഇടപാടുകളിലും ഒരു തദ്ദേശീയ ബ്രൗസറിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. ആദ്യ ബ്രൗസർ നിർമ്മിച്ച് 30 വർഷത്തിന് ശേഷം നമുക്ക് എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ ബ്രൗസർ ആവശ്യമാണ് എന്നതല്ല ചോദ്യം, മറിച്ച് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് സുരക്ഷ, സ്ഥിരത, വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കുന്ന ഒന്ന് എന്തുകൊണ്ട് ഇതിനകം ഇല്ല എന്നാണ് ചോദ്യം. അപ്പോൾ ഉടനെ തന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രൗസർ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.